Kirk said, that young man, I forgive him because it was what Christ did. എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എറിക്ക ക്ലെർക്കിനെ കുറിച്ചാണ്. ആരാണ് എറിക്ക ക്ലെർക്ക്? എറിക്ക ക്ലെർക്ക് ഒരു അമേരിക്കൻ വനിതയാണ്. ഈയിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. ചാർലി എറിക്കിനെ 22 വയസ്സുകാരനായ ഒരു കൗമാരക്കാരൻ വെടിവെച്ചു കൊന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എറിക്ക ക്ലെർക്ക് ലോകം ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി നിന്നിലൂടെ കണ്ടു, നിന്റെ പൊള്ളുന്ന വാക്കുകളിലൂടെ. കഴിഞ്ഞ ദിവസം യേശു കർത്താവ് ചെയ്ത് കാണിച്ചത് അതേപടി ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ച ഒരു അമേരിക്കൻ വനിതയെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകം വീർപ്പടക്കി കണ്ടു. അവളുടെ ശബ്ദം ശ്വാസം അടക്കി പിടിച്ച് കേട്ടു. എന്താണ് ആ വാക്കുകൾ? കേൾക്കുക. ദാറ്റ് മാൻ, that young man, I forgive him. I forgive him because it was what Jesus did. That man, that young man, I forgive him. I forgive him because it was what Jesus did. ആ മനുഷ്യൻ, ആ യുവാവൻ, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു. ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചത് ക്രിസ്തുവും അങ്ങനെ ചെയ്ത് കാണിച്ചത് കൊണ്ടാണ്. ആ മനുഷ്യൻ, ആ യുവാവ്, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു. ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചത് ക്രിസ്തുവും അങ്ങനെ ചെയ്ത് കാണിച്ചത് കൊണ്ടാണ്. ഇത് ആ എറിക്ക ക്ലെർക്കിന്റെ വേർഡ്സാണ്. ഈ നൂറ്റാണ്ടിൽ ലോകം ശ്രദ്ധിച്ച ഏറ്റവും മനോഹരമായ വാക്കുകളാണിത്. ലോക ചരിത്രത്തിൽ ഈ വാക്കുകൾ ലോകമുള്ളിടത്തോളം കാലം മായാതെ കിടക്കും. ഇനി നമുക്ക് നോക്കാം, ഈ എറിക്ക ക്ലെർക്ക് ആരാണ്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. എറിക്ക ക്ലെർക്ക് ഒരു അമേരിക്കൻ വനിതയാണ്. എറിക്കയുടെ പ്രിയതമൻ ചാർലി ക്ലെർക്ക് യേശു കർത്താവ് പഠിപ്പിച്ച ധാർമ്മിക മൂല്യങ്ങൾ, മോറൽ വാല്യൂസ് അമേരിക്കൻ ജനതയെ ആവേശപൂർവ്വം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഒരു 22 വയസ്സുള്ള ടെയ്ലർ റോബിൻസൺ എന്ന കൗമാരക്കാരൻ തൻ്റെ ഷാർപ്പ് ഷൂട്ടർ ഉപയോഗിച്ച് ക്ലെർക്കിനെ കൊലപ്പെടുത്തി. ഇതാണ് സന്ദർഭം. 100 വർഷം യേശുവിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ 32 വർഷം യേശുവിന് വേണ്ടി ജ്വലിച്ച് ജീവിക്കുന്നതാണ് ഏറെ ഉത്തമമെന്ന് ചാർലി ക്ലെർക്കിന്റെ രക്തസാക്ഷിത്വം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന മരണപ്പെട്ട ചാർലി ക്ലെർക്കിന്റെ ഭാര്യ എറിക്ക ക്ലെർക്കിനെ പറ്റിയാണ്. തൻ്റെ ഭർത്താവിനെ ദാരുണമായിട്ട് ആ 22 വയസ്സുകാരൻ കൊലപ്പെടുത്തിയപ്പോഴും ആ വ്യക്തിയോട് ക്ഷമിക്കാൻ എറിക്ക ക്ലെർക്ക് തയ്യാറായി. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. 2 കുട്ടികളോടൊപ്പം സന്തോഷ ജീവിതം നയിച്ച അവർ എല്ലാം തകർന്ന് തരിപ്പണമായി. പക്ഷേ എറിക്ക ക്ലെർക്കിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവൾ പറഞ്ഞു, ആ മനുഷ്യൻ, ആ യുവാവ്, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു. ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചത് ക്രിസ്തുവും അങ്ങനെ ചെയ്തു കാണിച്ചത് കൊണ്ടാണ്. ആമേൻ. ആ മനുഷ്യൻ, ആ യുവാവ്, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു. ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചത് ക്രിസ്തുവും അങ്ങനെ ചെയ്ത് കാണിച്ചത് കൊണ്ടാണ്. ആമേൻ. നമ്മുടെ യേശു കർത്താവും ക്രൂശിൽ കിടന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണേ എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 23:34. എറിക്കയുടെ ഹൃദയത്തിൽ ഈ വചനം മുഴങ്ങി. പ്രിയ സുഹൃത്തുക്കളെ, എറിക്കയുടെ ജീവിതം നമ്മെ എന്തു പഠിപ്പിക്കുന്നു? 1, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. 2, ദൈവം തന്ന മൂല്യം തിരിച്ചറിയുക. 3, സമൂഹത്തെയും സഹജീവികളെയും സ്നേഹിക്കാൻ ശ്രമിക്കുക, അവരോട് ക്ഷമിക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ
എരിക്ക ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല. തൻ്റെ പ്രിയതമൻ്റെ വേർപാടിൽ ദുഃഖിച്ചിട്ടും ആ കുറവുണ്ടായിട്ടും കൊല്ലപ്പെടുത്തിയ ആളിനോട് ക്ഷമിക്കാൻ എരിക്ക തയ്യാറായി. എന്തോ ഒരു വലിയ മനസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ എരിക്കിനെ പോലെ ദൈവത്തിൻ്റെ വിളിയെ അംഗീകരിച്ച് വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും സുവിശേഷത്തിൻ്റെ തെളിവായി മാറും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.